സി അപ്പം അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഹലോ. അല്ലെ? ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ഓക്കെ? അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ എന്താ പറയാ, ഇപ്പോൾ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ, അവര് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർ, നമ്മളുമായിട്ട് ആ ഒരു കോണ്ടാക്ട് നിലനിർത്തുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, എൻ്റെ അടുത്ത് മിക്കപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, എടാ നീ എപ്പോൾ നോക്കിയാലും ഭയങ്കര ഹാപ്പിയാണ്, ചില്ലാണ്, കൂളാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്, നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും, അല്ലെങ്കിൽ നീ ഭയങ്കര പോസിറ്റീവാണ് എന്നൊക്കെ എന്നെ പേഴ്സണലി അത്ര ഡീപ്പായിട്ട് അറിയാത്ത എന്നെ എന്നാൽ അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് അവര് ചോദിക്കും, നീ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ സീക്രട്ട് എന്താണ്, അത് ഞങ്ങളുടെ അടുത്ത് പറ എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട്. ഈ പറയുന്ന ആൾക്കാർ എന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ കുറെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കും. അവരെന്നോട് കുറെ അവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. എന്നിട്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആളുകളെ കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കേട്ടിരിക്കും. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും, മെന്റലി സപ്പോർട്ട് ചെയ്യും. അവർക്ക് മാക്സിമം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ മൈൻഡ് ഫ്രീ ആക്കും, റിലീഫ് ആക്കി കൊടുക്കും, അങ്ങനെയൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരാൾ അത്രത്തോളം ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ എനിക്ക് പരിചയമുള്ള, എനിക്കറിയുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോ അള്ളാഹ് അനുഗ്രഹിച്ച് അവരെയൊക്കെ കുറെയൊക്കെ മെന്റലി എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിലും, എവറി പേഴ്സൺസിന്റെ ലൈഫിലും ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ എങ്കിലും വരാതിരിക്കത്തില്ല. അവർക്ക് പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ശരി, എന്തെങ്കിലുമൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റിനും ഉണ്ടാവുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലവര് എന്ത് ചെയ്യും, അതിനെ പ്രകടിപ്പിക്കും. ചിലര് പബ്ലിക് ആണെങ്കിലും ചിലപ്പോൾ അവിടെ നിന്നിട്ട് കരയും. ചിലർ അതിനെ എന്താ പറയാ, ആരോടും പറയാതെ വെക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും ഡീപ്പായിട്ട് കണക്ഷനുള്ള ഒരാളോടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, അത് ആരും ആയിക്കൊള്ളട്ടെ, അവരെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ? അപ്പൊ അത് ഭയങ്കര എന്തായിരിക്കും, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളിനോട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് വിഷമങ്ങൾ എന്നുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യണം. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ? അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസവും. ഇപ്പൊ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പൊ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവള് ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് അവളെ ഒന്ന് കരഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു റിലീഫ് ഉണ്ട്. ഓക്കെ? ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, പോയി പ്രാർത്ഥിക്കുക. ഓക്കെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്. അപ്പൊ ഇനി എന്താ പറയാ, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പം എവറി ഡേ ബേസിസിൽ നമുക്ക് എന്താണ്, ചിലപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ നമുക്ക്, അല്ലെങ്കിൽ പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള നമ്മളുടെ കുറേ ട്രോമാസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അത്രത്തോളം ഹേർട്ട് ചെയ്ത് പോയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ തോട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അത് ചിലപ്പോൾ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച്, ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക, ലാസ്റ്റ് അയാൾ ചിലപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ച് മൊത്തത്തിൽ മെൻ്റലി അപ്സെറ്റ് ആയിട്ട് ചിലപ്പം അയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതർവൈസ് അയാൾ ചിലപ്പോൾ ഒരു ആത്മഹത്യയുടെ, ചിലപ്പം ഒരു കാര്യം ഇങ്ങനെ തിങ്ക് ചെയ്ത് തുടങ്ങിയിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടി ഇങ്ങനെ മൈൻഡിലിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അയാൾ പോലും അറിയാണ്ട് അയാൾ ചിലപ്പം സൂയിസൈഡ് അതിൻ്റെയൊക്കെ അറ്റത്ത് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അതിൽ നിന്നൊക്കെ അവരൊക്കെ എനിക്ക് രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ, ഒട്ടുമിക്ക ആൾക്കാരും എന്നെ കോൾ ചെയ്യുമ്പോൾ അവരൊരു വിഷമം പറയാനായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ മാക്സിമം കേൾക്കാൻ ശ്രമിക്കാറുണ്ട്.
അതായത് ഞാൻ ഫ്രീ ടൈം ആണെങ്കിൽ, അതർവൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, എടാ ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, കുറച്ചുണ്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കും. അങ്ങനെയൊക്കെ കുറേ പേരുടെ മൈൻഡ് റിലീഫാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ ഇത് കേൾക്കുന്ന നമ്മൾ എന്ത് വേണം, നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ചിലപ്പം ഇത് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ അത് നമ്മളുടെ മൈൻഡിൽ നിന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് മാറ്റണം. എവറിഡേ ബേസിസിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും അല്ലേ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ മൈൻഡിൽ എനിക്കൊരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുകളിലിരിക്കുന്ന ആളെ വിളിക്കും, എന്നെ പഠിച്ചവനെ വിളിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ അപ്പോൾ ഓർക്കും, എന്തിനാ എൻ്റെ മൈൻഡിലേക്ക് ഇപ്പം ഇങ്ങനെ ഒരു, ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തീരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മൊമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പം ചോദിക്കും, എന്താണ് ഇപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നത്, എന്തിനാ അപ്പം നെഗറ്റീവാണ്, നെഗറ്റീവ് പോ എന്നുള്ള രീതിയിലൊക്കെ പറയും. ഞാനിപ്പോൾ എന്നെ പഠിച്ചവനെ ഞാൻ വിളിക്കും. അതർവൈസ് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോയിട്ട് എന്നെയും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഇതിൽ പോയി നിസ്കരിക്കും. നിസ്കരിച്ച് സുജൂദിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളുടെ മുന്നിൽ നമ്മളുടെ ദൈവം ഉണ്ടെന്നുള്ള ഇതിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് എന്നാവും, എൻ്റെ ദൈവമല്ല എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാനപ്പോൾ എൻ്റെ ദൈവത്തിനോട് എന്താ പറയുക, അപ്പം എനിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര ഒരു സമാധാനമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇവൻ നമ്മളുടെ കൂട്ടത്തിൽ ആരുമില്ല, നമ്മളുടെ അടുത്ത് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ താങ്ങാനാവാത്തൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ, ഏതാണോ, ആ ദൈവത്തിനോട് നമ്മൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമ്മളുടെ മുന്നിൽ ദൈവം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ദൈവം ഇരിക്കുക, നമ്മളൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. നമ്മൾ നമ്മുടെ ദൈവത്തിനോട് പറയുന്നത്, വേറെ ആരോടും അല്ല, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മളുടെ ദൈവത്തിനോട് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം അത് ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. സെക്കൻഡ് വൺ, ഞാനിപ്പം ഈ ഒരു വിഷമം കൊണ്ട് ഞാൻ പുറത്തേക്ക് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പുറത്തേക്ക് പോകാറുണ്ട്. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അതിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും, മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് നോക്കും. എനിക്ക് ബീച്ചിൽ പോയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എങ്ങനെ പോയിരിക്കാറുണ്ട്. അവിടെ പോയിരുന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മൈൻഡിലുള്ള വിഷമങ്ങൾ എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവർ മരിച്ചുപോയി. അപ്പം എൻ്റെ ലൈഫിൽ എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും, എന്ത് പിന്നെ സംഭവിച്ചാലും, ഒരു വിഷമം ഉണ്ടെങ്കിലും ഞാൻ നേരെ എന്ത് ചെയ്യും, അവരെ അടക്കിയിരിക്കുന്ന പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ദെൻ എന്ത് ചെയ്യും, അവിടെ നിന്നിട്ട് മനസ്സിൽ ഞാനിങ്ങനെ അവരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഷെയർ ചെയ്യും എൻ്റെ അപ്പോഴത്തെ വിഷമങ്ങൾ, അല്ലെങ്കിൽ അപ്പം എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പം ചിലപ്പം അതെന്നെ ഒരു അവർ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ കാണുമെന്നുള്ളൊരു എൻ്റെ ഒരു ഹോപ്പാണ്. അല്ലാതെ അതിനകത്ത് വേറൊന്നുമില്ല. എൻ്റെ ഒരു വിശ്വാസം, അവർ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരായിരുന്നു. അപ്പം അവരങ്ങനെ പോയതുകൊണ്ട് അവരുടെ അടുത്ത് എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യണം എന്നുള്ളതിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പോയി ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ ഷെയർ ചെയ്യും. അപ്പം അത് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളുടെ കണ്ണ് നിറയും, ആ ഒരു ഇമോഷനിൽ നമ്മൾ കണ്ണ് നിറയും. പിന്നെ അവിടെ ഞാൻ ചെയ്യുന്നത്, നമ്മൾ സദക്ക ചെയ്യാന്ന് പറയും. അവിടെ പള്ളിയിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സദക്ക ചെയ്യും. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് സദക്ക ചെയ്തിട്ട് തിരിച്ചു വരും. പിന്നെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും, എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ പാട്ട് കേൾക്കും, പാട്ട് വെച്ചിട്ട് ഞാൻ പാട്ട് പാടും. ഞാനിവിടെ വീട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പാട്ട് വെച്ചിട്ടായിരിക്കും എൻ്റെ ഹോൾ ഡേ കംപ്ലീറ്റ് ചെയ്യാനുള്ള, എൻ്റെ വീട്ടിലുള്ള വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും, എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും, തൂക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പറയുന്നത്, ഈ സംഭവം കണ്ടില്ലേ, ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും നോക്കണ്ട, പാട്ടും കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു ഇതിൽ ജോലി തീരുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ അപ്പം മൈൻഡിൽ ആ ഒരു തോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ തിങ്ക് ചെയ്യും. പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലർക്ക് ചിലപ്പം
ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ പാട്ട് പാടും. ചിലർക്ക് ചിലപ്പോൾ പാട്ടല്ലായിരിക്കും ചിലപ്പോൾ ഡാൻസ് ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പം ആരും ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ടിവിയോ എന്തെങ്കിലുമൊക്കെ ഓണാക്കി വെച്ചിട്ട് ചെറിയ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യും. പിന്നെ എൻ്റെ മൈൻഡിൽ എനിക്ക് നെഗറ്റീവ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓർക്കും. അപ്പം ഞാൻ ഈ നെഗറ്റീവ്സ് വരുന്നതൊക്കെ പിന്നെ എന്താ പിശാചിൽ നിന്നാണ് അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം ഞാനിങ്ങനെ മൈൻഡിൽ നിന്ന് പറയും, പോ പോ എൻ്റെ മൈൻഡിൽ നിന്ന് പൊയ്ക്കോ, നിനക്കിവിടെ സ്ഥാനമില്ല. കാരണം ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ നീ ഇങ്ങോട്ട് വന്ന് എന്നെ ശല്യപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഏ ഒരു പ്രയോജനമില്ല. നീ നിന്റെ വഴിക്ക് പോയിക്കോളാനൊക്കെ ഞാൻ പറയും. എന്നാലും ചിലതൊക്കെ നമ്മൾ ഇതാവുകയാണെങ്കിലും ഞാനന്നേരം പറയും. ഞാൻ തന്നെ ആലോചിക്കും എന്തിനാ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. അത് നെഗറ്റീവ്സ് ഇങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇതിന്ന് വരുന്നതല്ലേ, നെഗറ്റീവ് എനർജിന്ന് വരുന്നതല്ലേ. അപ്പം ഞാൻ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ആളല്ലേ, ഞാൻ എന്തിന് അങ്ങനെയൊക്കെ ഞാൻ തിങ്ക് ചെയ്യും. അതങ്ങനെ. പിന്നെ പാട്ട് പാടും. ചിലപ്പം എനിക്കിങ്ങനെ ചെറിയ ചെറിയ പരിപാടീസൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അത് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ നല്ല നല്ല ആൾക്കാരുടെ എന്താ പറയുക, കുറേ പിന്നെ തോട്ട്സ് അല്ലെങ്കിൽ അവർ പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് കേൾക്കും. അങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്ന എനിക്ക് അറിവുകൾ പിന്നെ കളക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് എൻ്റെ അടുത്തുള്ള അറിവുകൾ എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്യും. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കും. മെൻ്റലി, ഫിസിക്കലി അങ്ങനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം അന്ന് ഇതുപോലെ നമ്മളുടെ വയനാട് ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാനിതുപോലെ അവരുടെ 2-3 ഗ്രൂപ്പിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് എന്നെ കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എന്തായാലും ഇപ്പം ഇവിടെ ആലപ്പുഴയിൽ നിന്ന് വയനാട് വരെ എനിക്ക് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ആ ടൈമിൽ. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് പേരിങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് പറയുന്നൊന്നുമല്ല. അതിലൊരു 2-3 പേർക്ക് വീട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ വീടൊക്കെ നശിച്ചു പോയിട്ട് അങ്ങനെ വീട് ഇതാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അവർക്ക് പല സ്ഥലത്തുനിന്നും സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കാൻ അങ്ങനെ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത്. ഈ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി മാത്രമല്ല, നമ്മളുടെ ഒരു വാക്ക് കൊണ്ട് ഒരാളുടെ മനസ്സിലെ വിഷമങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യുക. അതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ്. അപ്പം അങ്ങനെ. പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ ഫ്രണ്ട്സ്. നമ്മൾക്ക് ഏറ്റവും നമ്മളുമായിട്ട് അത്രയും അറ്റാച്ച് ആയിട്ട് നമുക്ക് എവിടെ ചെല്ലുമ്പോഴാണോ നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഞാൻ ചെയ്യുന്നൊരു കാര്യം അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. പിന്നെ അതിലും നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ അത്രയും അറിയുന്ന, നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ എൻ്റെ മൈൻഡിൽ, എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അഭാവത്തിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ അഭാവത്തിൽ പോലും നമുക്ക് വേണ്ടി ഇപ്പോൾ ഒരാൾ നമ്മൾക്ക് വേണ്ടി ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ. നമ്മളുടെ ദൈവത്തിനോട്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പം എനിക്ക് അങ്ങനെയുള്ള കുറച്ച് അത്രയും ഇതായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഞാനിങ്ങനെ ഇരിക്കുമ്പം അവരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർ ഭയങ്കര തിരക്കിലായിരിക്കും, എന്നാലും അവർ മെസ്സേജ് ചെയ്യാറുണ്ട്. എനിക്കെന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അവരെന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവളെനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നു അതിൽ മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ടിന് മാത്രമേ നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അവളുടെ ലൈഫ് ഓക്കെ ആവണം അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവണം എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ആരുടെ കൂടെയാണോ ഇരിക്കാൻ പറ്റുന്നത് അവരുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് എല്ലാവരും എവിടെ ചെന്നാലും പറയും നിനക്ക് എവിടെ പോയാലും കുറേ ഫ്രണ്ട്സിനെ കിട്ടും എന്നുള്ളത്
ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ടുള്ള ആളുകൾ, അവരിൽ നിന്ന് ഞാനിപ്പോൾ ഈ ഒരു കറണ്ട് ഇതിൽ ഞാൻ മാക്സിമം നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ഞാൻ ഒഴിവായി നിൽക്കും. നമ്മളിപ്പോൾ ഒരു സ്പേസിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെപ്പോൾ നോക്കിയാലും അവരിങ്ങനെ കുറ്റം പറയുക, അവരുടെ വായിൽ നിന്ന് ഒരു നല്ലത് പോലും നമ്മളിലേക്ക് കിട്ടുന്നില്ല, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല. എപ്പോൾ നോക്കിയാലും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുക, ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുക. ചിലപ്പോൾ നമ്മൾ അവരെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു മൊമെന്റിൽ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം, എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താ ഇതും വെച്ച് പീസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും എന്താ മെലഡീസോ അല്ലെങ്കിൽ അങ്ങനെ ഖുർആൻ പരമായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം എന്താണ്, അവരുടെ ഒച്ചപ്പാടും ബഹളവും കേൾക്കുകയും വേണ്ട, നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നൊരു പരിപാടി കേട്ടോ, ഞാൻ പണ്ടോട്ടേ ചെയ്യുന്നൊരു കാര്യമാണ് ഇത് കേട്ടോണ്ട് ഞാനിങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ അവരുടെ ആ ഒരു വർത്തമാനം കേൾക്കാതെ കൊണ്ട് നമ്മൾ ഇതിൽ ശ്രദ്ധ കൊടുക്കും. അപ്പം നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടും. നമ്മൾ അവരെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഫേസ് വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നെക്ക് ബാൻഡ് ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ വേറെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്, നമ്മൾ ബാക്കിയുള്ളവരെ കേൾക്കാൻ നിൽക്കരുത്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, മറ്റേ ആൾ അങ്ങനെ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. എടാ, നമ്മളെക്കുറിച്ച് അറിയാവുന്ന നമ്മൾ മാത്രമാണ്, നമ്മളുടെ ദൈവവും അല്ലേ? നമ്മളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനെ പോലെ വേറൊരാൾക്കും അറിയാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ, അത് ബാക്കിയുള്ളവരല്ല. ഓക്കെ, നമ്മളുടെ ലൈഫ് എന്താണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെയിൻ എത്രത്തോളം ആണെന്ന് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് എത്രയൊക്കെ വിശദീകരിച്ച് എന്തൊക്കെ രീതിയിൽ പറഞ്ഞു കൊടുത്താലും അയാളത് മനസ്സിലാക്കാൻ പോകുന്നില്ല. ഈവൻ അയാൾ ആ ഒരു സ്റ്റേജിൽ എത്തണം, എന്നാലേ അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ അനുഭവിച്ച ഒരു പെയിൻ അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് ആരോടും ഒരുപാടായിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാണ്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലരത് കേട്ടിട്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലരത് കേട്ടിട്ട് നമ്മൾ ഓക്കേടാ, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയും. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരോടും മാക്സിമം എൻ്റെ ഹാപ്പിനെസ് അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ കാരണം ഒരാൾ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ആ ഒരു അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ്. ഹാപ്പിനെസ് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഞാൻ മാക്സിമം ഹാപ്പിനെസ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തട്ടൊക്കെ കൊടുത്തിട്ട് ഇപ്പം എന്താ പറയുക, അവരെ മാക്സിമം ചിലാക്കാൻ നോക്കും. എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെപ്പോഴും കൂളായിട്ടിരിക്കാൻ നോക്കുക. ഓക്കെ, നാട്ടുകാരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. നമ്മളത് അപ്പോൺ ഗോഡ്, നമ്മളുടെ ദൈവത്തിനെ മാത്രം അത് ബോധിപ്പിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാനും അങ്ങനെയായിരുന്നു. അയ്യോ, അവരങ്ങനെ പറഞ്ഞു, നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും, നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അവരതിനകത്തൊരു ഫോൾഡ് കണ്ടെത്താനായിട്ട് നോക്കും. അതുകൊണ്ട് നാട്ടുകാരെ നെവർ മൈൻഡ്, നാട്ടുകാരെ നോക്കാൻ നിൽക്കണ്ട. കാരണം ഇവരാരും അല്ല ഈ പറയുന്ന പോലെ നമുക്ക് ചെലവിന് കൊണ്ട് തരുന്നത്. നമ്മളുടെ ലൈഫ് എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ. നമുക്ക് എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. സോ ലീവ് ദം, അവരുടെ വഴിക്ക് വിട്ടേക്ക്. അവരെന്തെങ്കിലുമൊക്കെ കിടന്ന് പറയട്ടെ, നമ്മളെന്താന്ന് നമുക്കറിയാം, നമ്മളുടെ വീട്ടുകാർക്കറിയാം, ഇല്ലെങ്കിൽ നമ്മളുടെ ദൈവത്തിനറിയാം. ഇനഫ്, അത് മാത്രം മതി. നമ്മൾ വേറെ ആരെയും ഒന്നും ബോധിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ബോധിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെന്താണോ നമ്മിൽ നിന്ന്, അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ആഗ്രഹിക്കുന്നത്, അതേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ പറയുന്നൊന്നും ഇവരൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോവില്ല. ഓക്കെ, പിന്നെ അപ്പം അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരു ഫേമിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ടൊക്കെ നിന്നിട്ട് അവർ നമ്മളെ റിജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ, അവരെ വിട്ടേക്കുക. അല്ലാതെ നമ്മൾ അവരുടെ വാലിൽ തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വില തരാത്ത, അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു കാര്യം, നമ്മൾക്ക് വില തരാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വാലിൽ തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കിട്ടുന്ന സ്പേസിൽ മാത്രം നമ്മൾ പോകാൻ ശ്രമിക്കുക. അതർവൈസ് പോവരുത്. പിന്നെ വേറൊരു സംഭവം, നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ദൈവം നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നു. അപ്പം ആ സമയത്ത് നമ്മൾ ഇപ്പോൾ നമുക്കൊരു ടെൻഷൻ വന്നു. ആ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു സംഭവം, ചിലപ്പോൾ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ മെന്റലി ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവം ഒരു ലൈഫ് തന്നിട്ടുണ്ട്.
ഒരു ലൈഫ് തന്നിട്ടുണ്ട്. ആ ലൈഫിൽ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യണം എന്നുള്ളത്, അത് ഡെഫിനറ്റ്ലി നമ്മളിത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫേസ് ചെയ്ത് മുന്നോട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ പിന്നെ ഫേസ് ചെയ്ത് നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ അതൊക്കെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിൻ ചെയ്യും. അല്ലാതെ നമ്മൾ അതും ആലോചിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് ഇങ്ങനെ മൂങ്ങിക്കഴിഞ്ഞാൽ നോ, ഒന്നും നടക്കാൻ പോണില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളുമായിട്ട് നമ്മളുടെ വൈബുമായിട്ട് ചേരുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ എപ്പോഴും മിങ്കിൾ ചെയ്തിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും മൂലയ്ക്ക് മാറിയിരിക്കരുത്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് തന്നെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സർപ്രൈസ് ചെയ്യിക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ബാക്കിയുള്ളവരെ സർപ്രൈസ് ആക്കുക, അവർക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുക്കുക. നമ്മളെ കൊണ്ട് അവരെ ഒരു ചെറിയൊരു ഇപ്പോൾ ഒരു മിഠായി കൊടുത്തിട്ട് നമ്മൾ അവർക്ക് ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്ന ഒരു സംഭവമാണ്. നമ്മൾ കാരണം ഒരാൾ, ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ മുഖത്തൊരു പുഞ്ചിരി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്നെ ഹാപ്പി ആക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു മൊമെന്റിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ മറക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ ദൈവം നമുക്ക് ഇത്രയും നല്ലൊരു ലൈഫ് വന്നിട്ട് നമ്മൾക്ക് ഓരോരോ കടമകൾ തന്നിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലൈഫ് എന്താണെന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഓരോരോ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വിൻ ചെയ്യും. അതർവൈസ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഈ പറയുന്ന ദൈവത്തിന് തന്നെ ഇങ്ങനെ ഇപ്പം ഞാൻ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരമ്മ, ആ അമ്മ അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ശകാരിക്കുന്ന സമയത്ത് നമ്മളത് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നു. പിന്നെ നമ്മൾ ആ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മളോട് എന്ത് തോന്നും? വീണ്ടും നമ്മളോടൊരു വിഷമം തോന്നും. ഇവളെന്താ, അല്ലെങ്കിൽ ഇവളെന്താ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് എന്നൊക്കെ ഒരു സംഭവം തോന്നും. അപ്പൊ അവരുടെ മനസ്സും വേദനിക്കും. പക്ഷെ ഞാൻ അപ്പൊ തിങ്ക് ചെയ്യുന്ന ഒരു സംഭവം, നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ ദൈവം അല്ലെ, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദൈവം, ആ ദൈവം നമ്മൾക്കൊരു ലൈഫ് വന്നിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രഗിൾസ് നമുക്ക് തന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ സ്ട്രഗിളിൽ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ദൈവത്തിന് നമ്മളോടൊരു ഇത് തോന്നും. ഇവള് ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇവളെന്താ അതിൽ നിന്നൊന്നും മൂവ് ഓൺ ചെയ്യാത്തതെന്ന് വേണമെങ്കിൽ വിചാരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഒരു സംഭവം വരുമ്പോൾ അതിൽ ബുദ്ധിപരമായിട്ട് നമ്മൾക്ക് അതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക്, അതായത് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ കൂടുതൽ കൂടുതൽ അതിനെ ഫേസ് ചെയ്ത്, നമ്മളുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളപ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് എന്താവുന്നത്, നമ്മൾ ഒന്നും കൂടെ സ്ട്രോങ് ആവുന്നത് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സംഭവം വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ ചിലപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ കരയണം. നമ്മൾ കരയാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക, നമ്മൾ കരയണം. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ സുജൂദിലോട്ട് പോകുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര ഒരു ഫീൽ ഉണ്ട്. ഭയങ്കര ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും. അപ്പം ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു ആൻസർ കിട്ടും. നമ്മളുടെ ദൈവം നമ്മളുടെ ഒരു ഇൻഡ്യൂഷനിൽ, നമ്മളുടെ മൈൻഡിൽ നമുക്കിങ്ങനെ ഓക്കെ, നമുക്ക് എന്താ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും, മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആൻസർ ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾക്ക് ഓരോ ബിലീഫ്സ് ഉണ്ടല്ലോ, ആ ഒരു ബിലീഫ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ, അല്ലാതെ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, മൂവ് ഓൺ ചെയ്യേണ്ട അതിൽ തന്നെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പോയിലായി പോകും. സോ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആ ഒരു മൊമെന്റിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ഇപ്പോൾ ഒത്തിരി സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാൾക്കാരാണ്. അവരുടെ മനസ്സിൽ വീണ്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഓക്കെ, എനിക്കിതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്തോരം ഓവർകം ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ വെറും നിസ്സാരം. എൻ്റെ കൂടെ ഞാൻ തിങ്ക് ചെയ്യുന്ന ഒരു സംഭവം, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ട്. പിന്നെന്തിന് ഞാൻ ഇതിനെ പേടിക്കണം? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ, നമ്മളുടെ ഭാഗത്തൊരു തെറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പേടിക്കേണ്ടത്, ഞാൻ പേടിക്കുന്നത് എന്താ പറയാ, എൻ്റെ പടച്ചോനെ മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. ഓക്കെ. നമ്മൾ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. സോ
നമ്മൾ മാക്സിമം നല്ലത് ചെയ്യാൻ നോക്കുക, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലായിരിക്കും, മെൻ്റലി നമുക്ക് ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ മൈൻഡിൽ പോസിറ്റീവ് നിറയ്ക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു ദിവസം നമുക്ക് എന്താ പറയുക, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കുള്ളതിന് നമ്മൾ പിന്നെ നമ്മളുടെ ദൈവത്തിനോട് നന്ദി പറയാം. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ, നമുക്ക് എന്തോരം കാര്യങ്ങളുണ്ട് താങ്ക്സ് പറയാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം. ചിലർ പറയും എനിക്ക് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾക്കുള്ള എന്തോരം കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം നന്മയും തിന്മയും എല്ലാം ദൈവത്തിൽ നിന്നാണ്. ഞങ്ങളുടെ ഇതിൽ പറയുന്ന നന്മയും തിന്മയും എല്ലാം നൽകുന്നത് അള്ളാഹയാണ്. അപ്പം അതിലൊക്കെ നമ്മൾ ഇപ്പം എൻ്റെ ഒരു ഇതിൽ ലൈഫിൽ എന്ത് വന്നാലും, ഞാൻ ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ എനിക്ക് എന്തൊരു വിഷമം വന്നാലും നല്ലത് വന്നാലും ഒക്കെ ഞാൻ അൽഹംദുലില്ലാ, താങ്ക് യു അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹയോട് താങ്ക് യു പറയും. കാരണം ചിലർ പറയും ദൈവം ഇല്ല, എനിക്കിങ്ങനെയൊക്കെ എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചു, എനിക്കിനി ദൈവം ഇല്ല എന്നൊക്കെ, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. നമ്മൾക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ലൈഫായിരിക്കും നമുക്ക് ദൈവം തരുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും തരുന്നത്. സോ നമ്മൾ ഏതൊരു മൊമെന്റിലും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളൊരു സംഭവമാണ്. കരഞ്ഞാലും നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ തിങ്ക് ചെയ്യുന്നത്, എൻ്റെ കൂടെ എൻ്റെ പഠിച്ചവനുണ്ട്. നമ്മൾ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നമ്മൾ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാം അറിയുന്ന, നമ്മളെ കാണുന്ന, നമ്മൾ എന്ത് എന്ത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കേണ്ടത് എന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിലുണ്ട്. അങ്ങനെ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എന്താണ് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വരുന്ന നെഗറ്റീവ്സിനെയൊക്കെ ഒഴിവാക്കാൻ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. പിന്നെ എൻ്റെ ദൈവം ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ഇതിനെയൊക്കെ പേടിക്കണം? അല്ലെങ്കിൽ നീയൊക്കെ ഏതാണ്? എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എന്നെ തളർത്താൻ ആരും നോക്കണ്ട എന്നുള്ളൊരു തോട്ട്, ആ ഒരു സംഭവം എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഞാൻ എന്ത് വന്നാലും പടച്ചോനെ വിളിക്കും. ഇപ്പോൾ ഞാനൊന്ന് എവിടെന്നെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും അല്ലാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, നീ എന്താ ഇങ്ങനെ അല്ല അല്ല? എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ എപ്പോൾ നോക്കിയാലും അല്ലാ വിളിക്കും, എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ആരെ വിളിക്കാനാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് സംഭവങ്ങളെ കത്തും. നമ്മളുടെ ദൈവം ഏതാണോ ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ചിലർ പറയും, ഓക്കെ നീ പ്രാർത്ഥിക്കാറുണ്ടോ? ചിലർ ചോദിക്കും, നമ്മളിപ്പോൾ ആരെയും കാണിച്ചിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മളിപ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ചിലരുണ്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് കുപ്പായൊക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര ആൾക്കാർ, എന്നാൽ അവർ ചെയ്തതെല്ലാം വെറും വിവരക്കേടായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളുടെ മനസ്സ് നന്നായിരിക്കുക, നമ്മളുടെ മൈൻഡ് നന്നായിരിക്കുക. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മളുടെ മൈൻഡ് നന്നായിരിക്കുക. നമ്മളിപ്പോൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ, നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് മാറ്റം നമുക്ക് വരുത്താൻ പറ്റും, അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുക. നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക മാക്സിമം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരാളെ കണ്ടിട്ട്, ഒരാളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, അയാളെ കണ്ടിട്ട് ഒരു വയ്യാത്ത ഒരാളെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അയ്യോ ഇതെന്ത് പറ്റി, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് പ്ലീസ്. കാരണം ആ ഒരു അസുഖം ഉള്ള ഒരാൾക്ക് അത് ചിലപ്പോൾ മാറി വരുമായിരിക്കും. പിന്നെ അത് ഒന്നും കൂടെ നമ്മൾ അവരുടെ BP കൂട്ടിയിട്ട് എന്താ കാര്യത്തിന്, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പോകരുത്. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ബാക്കിയുള്ളവരുടെ മെന്റലി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്ന ഹാപ്പിനെസ് കൊടുക്കുക. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവരെ കേൾക്കാനായിട്ട് നിൽക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മളുടെ ചാൻസസ് നമ്മൾ കളയാനായിട്ട് നിൽക്കരുത്. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യാനായിട്ട് നിൽക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്ന പോലെ മെയിനായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഈ പറയുന്നത് പോലെ എനിക്ക് കംഫർട്ടായിട്ടുള്ള സ്പേസിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ അവരുടെ കൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ എന്താണ് ബാക്കിയുള്ളവരെ
സർപ്രൈസ് ആക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. പിന്നെ ഈ വരുന്ന നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഫ്ലിപ്പ് ചെയ്ത് അതിനെ പോസിറ്റീവ് ആക്കാൻ നോക്കും. ഫ്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ നേരെ ഫ്ലിപ്പ് ചെയ്തിട്ട് മറിച്ച് അതിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നോക്കും. ഇപ്പം എൻ്റെ മൈൻഡിലൊരു നെഗറ്റീവ് വന്നു, ഞാൻ അതിനെ പറ്റിയിട്ട് അയ്യോ ഇന്നൊരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, അപ്പോൾ അതിങ്ങനെ എന്നെ ഹേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾ സംസാരിച്ചാൽ അയാളോട് പോയാലോ പണി നോക്കാൻ പറയാം, എന്നെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്തിട്ട് ആ നെഗറ്റീവ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, കംഫോർട്ട് സ്പേസ് ഏതാണോ, കംഫോർട്ട് സോൺ ഏതാണോ, നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നതായിരിക്കും, ചിലർക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കുന്നതായിരിക്കും, ചിലർക്ക് അവരുടെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ഇത് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് വേണ്ട നമ്മൾ കുറച്ചെങ്കിലും നല്ലത് പറയാൻ നോക്കുക, ബാക്കിയുള്ള നെഗറ്റീവ്സ് ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ലൈഫ് അവരവർക്കേ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ആരെയും എന്താ പറയുക ജഡ്ജ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഇയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ആണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു നെഗറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ശരി എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇയാൾ ആരെ പറ്റിയിട്ടാണോ നെഗറ്റീവ്സ് പറഞ്ഞത് അയാളുടെ അടുത്ത് പോയിട്ട് അയാളുമായിട്ട് ഇതിനെ പറ്റിയിട്ടല്ല സംസാരിച്ച് നോക്കും, ഇതൊക്കെ ശരിയാണോ ഇല്ല, അല്ലെങ്കിൽ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നല്ല, ഇത് നോക്കും ശരിയാണോ. അപ്പം അയാളുടെ അടുത്ത് നമ്മൾ നേരിട്ട് സംസാരിക്കണം. ഒരാളെ പറ്റിയിട്ട് നമ്മളുടെ അടുത്ത് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് കേട്ടിട്ട് അതും വിശ്വസിച്ച് അയാളെ മെൻഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അയാൾ എന്താണെന്ന് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടേ നമ്മൾ ജഡ്ജ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പം ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മളൊന്നും ആരും അല്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് ഇടങ്ങേറുണ്ടാക്കാനായിട്ട് നോക്കരുത് ഒരിക്കലും. മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്വന്തം ലൈഫ് നോക്കി മാന്യമായിട്ട് മുന്നോട്ട് പോവാം. മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയാനായിട്ട് നിൽക്കരുത്. അവരെന്താന്നുള്ള അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവരുടെ ലൈഫ് എന്താന്നുള്ള അവർക്ക് അവരുടെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ അതിനകത്തൊന്നും നിൽക്കരുത്, ഒരു ഡിസ്റ്റർബൻസും ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ നമ്മളുടെ ലൈഫ് നോക്കി പോവുക. മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ പിന്നെ ഒരാൾ നമ്മളുടെ അടുത്ത് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതും കേട്ടോണ്ട് നമ്മളുടെ മൈൻഡ് കൂടി ഇതാക്കരുത്. എപ്പോഴും ചുമ്മാ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുക. നമ്മൾക്ക് തോന്നും ഓക്കെ ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഒരിതാവുകയാണെങ്കിൽ അയാൾ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മളുടെ ഇഷ്ടം ഒരാൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാതിരിക്കുക. നമ്മളുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പോയിൽ ചെയ്യാതിരിക്കുക. നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം, നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവം അനുഗ്രഹിച്ചു തന്ന ഈ ഒരു കുഞ്ഞു ലൈഫിൽ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. നമ്മുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മൾക്ക് വാല്യൂ ഇല്ലാത്ത സ്പേസിൽ നമ്മൾ പോകാതിരിക്കുക. നമ്മളെക്കുറിച്ച് ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കറിയാം നമ്മൾ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ദൈവം ചിലപ്പോൾ ഓരോ കഴിവുകളൊക്കെ തന്നിട്ടുണ്ടാകും, അതിൻ്റെ പുറകെ അതിനെ ചേസ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. എവറി മൊമെൻറ്റിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. നമ്മൾക്ക് മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇപ്പം എന്താ പറയുക, നമുക്ക് സമാധാനം തരുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഖുർആൻ, നമ്മൾ അങ്ങനത്തെ കുറേ ചിലപ്പം ഓരോ മോട്ടിവേഷൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഓരോ നല്ല നല്ല വ്യക്തികളുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കുക. പാട്ട് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക. ഡാൻസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. നമുക്ക് എന്താണോ മനസ്സിന് സമാധാനം തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെ നമ്മളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കാവുന്നതുണ്ട്. അപ്പം നമ്മളെല്ലാവരും മാക്സിമം നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. മൈൻഡിൽ എപ്പോഴും മനസ്സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള, ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യമായിരിക്കും നമ്മളത് ചെയ്യുക. നമ്മളെ സെൽഫ് ലവ് ചെയ്യുക. നമ്മളോട് ഇഷ്ടപ്പെടുക. നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോന്നൊക്കെ മേടിച്ചു കൊടുക്കും. നമുക്ക് വേണ്ടി നമ്മളൊരു മിഠായി, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ചായ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പം ചായ കുടിക്കാനായിട്ട് പോകും. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ പോയി ചിലപ്പോൾ ഒരു ചായ മേടിച്ച്
ഞാൻ കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു റിലീഫ് കിട്ടാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോരോ ഇതാണല്ലോ. അപ്പോൾ അവരവർക്കേ അറിയുള്ളൂ. അവർക്ക് എന്ത് കിട്ടുമ്പോഴാണ് ഒരു ചെറിയൊരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ആ കാര്യങ്ങൾ ചെയ്യാൻ. ഈ പറഞ്ഞ പോലെ ഞാൻ ബീച്ചിൽ പോയിരിക്കും. കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ഞാൻ പോയിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്താണോ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈവൻ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സന്തോഷം തരുന്ന ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ പോയി നമ്മളിരിക്കുക. അങ്ങനെ ചിലപ്പം നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു സ്പേസിൽ നിന്നിട്ട് നമുക്കൊരു നെഗറ്റീവ് തോട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്പേസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുറച്ച് ടൈം ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കും. വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ മൈൻഡിനെ കൂളാക്കി നമ്മൾ മനസ്സ് എപ്പോഴും ഹാപ്പി ആക്കി വെക്കാനായിട്ട് നോക്കുക. അപ്പൊ ദാറ്റ്സ് ഓൾ. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കിടന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇനിയും നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വഴിയേ ഞാൻ പറയാം. അപ്പൊ ഇന്ന് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അത് ഞാൻ വന്ന് പറഞ്ഞു. കുറച്ച് എനിക്ക് അറിയാം, കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ. ബട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കേൾക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. ബൈ.